ഹായ് ഡിയർ സ്റ്റുഡൻസ്, ലോ ഓഫ് ലോജിക്കിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ടാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3 ലോസ് പറഞ്ഞിരുന്നു: കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അടുത്തതായിട്ട് പറയുന്ന ഒരു 3 ലോസ് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കുറേശ്ശേ പറയുന്നുള്ളൂ, അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക. 3 ലോസ് എല്ലാവർക്കും തറവായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത 4-മത്തത് ഏതാണെന്ന് നോക്കാം. 4-മത്തത് പറഞ്ഞാൽ ഐഡം പൊട്ടൻ്റ് ലോ ആണ്. ഐഡം പൊട്ടൻ്റ് ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോയിൽ ഏതൊക്കെ ലോൻ്റെ എക്സ്പാൻഷനാണുള്ളത് അത് പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടീവിൽ പറഞ്ഞു, അസോസിയേറ്റീവിൽ പറഞ്ഞു. അങ്ങനെ കമ്മ്യൂട്ടേറ്റീവിൽ 2 പറഞ്ഞിട്ടുണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടീവിൽ 2, അസോസിയേറ്റീവിൽ 2, അങ്ങനെ 6 പറഞ്ഞിട്ടുണ്ടാവും. ഇത് 7-മത്തതാണ്. ഐഡം പൊട്ടൻ്റ് ലോൻ്റെ 7ഉം 8ഉം ആണ് ഐഡം പൊട്ടൻ്റ് ലോ. ആ നമ്പറിനൊന്നും വലിയ പ്രാധാന്യമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഐഡം പൊട്ടൻ്റ് ലോ പറയുന്നത് പി ആൻഡ് പി ഈക്വൽ ടു പി, പി ഓർ പി ഈക്വൽ ടു പി. വളരെ സിമ്പിളാണ്. ഐഡം പൊട്ടൻ്റ് ലോ പറയുമ്പോൾ എന്താണ്, ഒരേ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് കൺജങ്ഷനോ ഡിസ്ജങ്ഷനോ ചെയ്യുമ്പോൾ അതേ സ്റ്റേറ്റ്മെൻറ്റാണ് കിട്ടുന്നത്. രണ്ടും ഒരേ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്താലും ഓർ ഓപ്പറേഷൻ ചെയ്താലും സെയിം ആയിരിക്കും. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാവുന്ന കാര്യം. അത് ഐഡം പൊട്ടൻ്റ് ലോ എന്ന് പറഞ്ഞു. പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് മറ്റൊരു പി, 2 പി എല്ലാം തന്നെ സെയിം ആണ്. സോ പി ആൻഡ് പി രണ്ടിലും ഒരേ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ പി ആൻഡ് പി എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അതേപോലെ പി ഓർ പി അത് ഇതുപോലെ തന്നെയാണ്. ആൻഡായാലും ഓറായാലും ഒരേ സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ അത് തന്നെ ആയിരിക്കും. ഇനി 5-മത് പറയുന്ന ലോ നെഗേഷൻ ലോയാണ്. നെഗേഷൻ ലോയിൽ 2 ലോസിൻ്റെ നെഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഡബിൾ നെഗേഷനും ഉണ്ട്, ഡി മോർഗൻസ് ലോ. ഇതിൻ്റെ ഒന്നും പ്രൂഫ് നിങ്ങൾക്ക് പറയുന്നില്ല, അതുകൊണ്ടാണ് പ്രൂഫ് പറയാത്തത്. ജസ്റ്റ് ലോ മനസ്സിലാക്കി പഠിക്കുക, അത് ആവശ്യമെങ്കിൽ അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഒരു പ്രൂഫ് നമുക്ക് സിലബസ് പറയുന്നില്ല, പ്രൂഫ് ചോദിച്ച് കണ്ടിട്ടുമില്ല ഇതുവരെ. നെഗേഷൻ ലോയാണ്, ഇമ്പോർട്ടൻ്റ് ലോയാണ്. അതിൽ തന്നെ 2 പറയുന്നുണ്ട്: ഡബിൾ നെഗേഷൻ ലോയും ഡി മോർഗൻസ് ലോയും. ഡബിൾ നെഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു നെഗേഷൻ ചെയ്ത് വീണ്ടും നെഗേഷൻ ചെയ്യുമ്പോൾ പഴയ അതേ വാല്യൂ തന്നെയാണ് കിട്ടുക എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ട്രൂവിൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ ഫാൾസാണ്, ഫാൾസ് നെഗേഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും ട്രൂ ആണ്. അപ്പോൾ എന്താ പഴയ വാല്യൂവിനെ കിട്ടുക. അപ്പോൾ ഡബിൾ നെഗേഷൻ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് കിട്ടുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 9-മത്തത് നെഗേഷൻ ഓഫ് നെഗേഷൻ ബി എന്ന് പറഞ്ഞാൽ പി ആണെന്ന്. നെഗേഷൻ്റെ നെഗേഷൻ എന്താണ്, പഴയ വാല്യൂ തന്നെ കിട്ടുന്നുണ്ട്. നെഗേഷൻ ഓഫ് നെഗേഷൻ പി എന്ന് പറഞ്ഞാൽ പി തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പി ആദ്യം നെഗേഷൻ കണ്ടു, വീണ്ടും നെഗേഷൻ ചെയ്യുമ്പോൾ പി തന്നെ കിട്ടും. അതേസമയം ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള, അതായത് മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാണ്, പക്ഷേ എന്തെങ്കിലും എന്താണ് ബുദ്ധിമുട്ടാണ്. മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കൂ, നെഗേഷൻ പി ഓർ ക്യൂ ആണ്. അതിനെ ആ ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ നെഗേഷൻ പിക്കും ക്യൂവിനും ബാധകമാണ്. അതേസമയം ഓർ ഓപ്പറേഷൻ എന്നുള്ള ആൻഡാണെന്നുണ്ടെങ്കിൽ ഓറാവും. അത് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്കത് മെമ്മറി സൂക്ഷിക്കാൻ പറ്റും, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്ന് പറയുമ്പോൾ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ആണ്. അതേസമയം നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ആണെങ്കിൽ നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആണ്. അപ്പോൾ നമുക്ക് നെഗേഷൻ്റെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ആൻഡ് ഓറാവും, ഓർ ആൻഡ് ആവും. അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ അതാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ആറാമതായിട്ട് പറയുന്നത് ഐഡൻറ്റിറ്റി ലോ. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ ഒരു മാത്തമാറ്റിക്സ് പ്രോബ്ലം ഒരു ഓപ്പറേറ്ററായിട്ട് ഇൻറ്റു അല്ലെങ്കിൽ പ്ലസ് പറയുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇൻറ്റു ആണ് വിചാരിക്കുക, അതായത് മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ നോക്കൂ, നമുക്കറിയാം 2 × 1 എന്ന് പറയുന്നതും 1 × 2 എന്ന് പറയണം 2 ആണ്. അതായത് 2 എന്നുള്ളൊരു സംഖ്യയെ 1 എന്നുള്ള സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 തന്നെ കിട്ടി.
അതായത് തിരിച്ചും പറഞ്ഞോളൂ 1 2 എന്ന് പറഞ്ഞാൽ 2. അതായത് ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അതേ സംഖ്യ തന്നെ കിട്ടി. അങ്ങനെയുള്ളെങ്കിൽ ആ സംഖ്യയെ പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി എന്ന്. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളൊരു ആ ഒരു ഓപ്പറേഷൻ്റെ കേസിൽ 1 ആണ് ഐഡൻറ്റിറ്റി. അങ്ങനെ 1 കൊണ്ട് എന്ത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലും അതേ സംഖ്യ കിട്ടും. സോ 1 ഈസ് ആൻ ഐഡൻറ്റിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നൊരു കേസാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ സമ്മേഷൻ്റെ കേസ് അറിയാം. പ്ലസിൻ്റെ കേസാണെങ്കിൽ നമുക്ക് 2 തന്നെ പറയാം. 2 + 0 + 2. അതായത് എന്താ 2 പ്ലസ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻസർ 2 ആണ്. 2 + 0 എന്ന് പറഞ്ഞാൽ 0 + 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് 2വിനോട് അഡീഷൻ ഓപ്പറേറ്റർ ആഡ് ചെയ്തപ്പോൾ 0 ആഡ് ചെയ്തപ്പോൾ 2 തന്നെ കിട്ടി. അപ്പോൾ ഏതൊരു സംഖ്യയോടാണോ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതേ സംഖ്യനെ കിട്ടും. ഇപ്പോൾ പ്ലസ് ആയിക്കോട്ടെ ഇൻറ്റു ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യുമ്പോൾ അതേ സംഖ്യ കിട്ടുന്നെങ്കിൽ അതിനെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറയും. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ 1 ആണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. അതേസമയം സമ്മേഷൻ്റെ കേസിൽ 0 ആണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മളിവിടെ പറയുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ ഐഡൻറ്റിറ്റി ലോ ആണ്. അതിൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറയുന്നത്. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. അപ്പോൾ പി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും എന്താണ് പി ആൻഡ് ട്രൂ ആണ് പറയുന്നത്. പി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ട്രൂ സ്റ്റേറ്റ്മെൻറ്റും കൂടി ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആൻസർ പി ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പി ഓർ എഫ്, അതായത് ഫാൾസ് കണ്ടീഷൻ, അതും എന്തായിരിക്കും പിക്ക് ഈക്വലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൺജങ്ഷൻ്റെ കേസിൽ പി ആൻഡ് ടി ഈക്വൽ ടു പി എന്നും പി ഓർ എഫ് ഈക്വൽ ടു പി എന്നും ആണ് പറയുന്നത്. അതായത് ഐഡൻറ്റി കൺജങ്ഷൻ്റെ കേസിൽ ടി ആണ് ഐഡൻറ്റിറ്റി. അതേസമയം ഡിസ്റ്റിങ്ഷൻ്റെ കേസിൽ എഫ് ആണ് ഐഡൻറ്റിറ്റി. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ അതാണ് ആൻഡ്. അതിൻ്റെ കേസിൽ എന്താണ് ടി ആണ് ഐഡൻറ്റിറ്റി. ടി എന്നുള്ളത് ചെയ്യുമ്പോൾ അത് പി തന്നെയാണ് കിട്ടുന്നത്. ആ സമയം എഫിൻ്റെത് എന്താണ് ഡിസ്റ്റിങ്ഷനിൽ എഫ് ചെയ്യുമ്പോൾ പി തന്നെയാണ് കിട്ടുന്നത്. സോ അതെന്താണ്, അതാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി ലോ ശ്രദ്ധിക്കണം. പ്ലസിൻ്റെയും ഇൻറ്റുവിൻ്റെയും പറയുന്ന പോലെ എളുപ്പമല്ല. ശ്രദ്ധിക്കുക. കൺജങ്ഷൻ്റെ കേസിൽ ടി ആണ്, ഡിസ്റ്റിങ്ഷൻ്റെ കേസിൽ എഫ് ആണ്. അതായത് ഒന്ന് ട്രൂ ആണെന്ന് ഫാൾസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പാൻഷൻ ട്രൂത്ത് ടേബിൾ വഴി കാണിച്ചിട്ടുണ്ട്. നമുക്ക് പി ആൻഡ് ടിയും പി ഓർ എഫും ആണ് പറയേണ്ടത് അല്ലേ. അതായത് കഴിഞ്ഞതിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ പി ആൻഡ് ടിയും പി ഓർ എഫ് ആണ്. ഇതിൻ്റെ ട്രൂത്ത് ടേബിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. പി കൊടുത്തു, ടി കൊടുത്തു, പി ആൻഡ് ടി. അപ്പോൾ പിക്ക് ആദ്യത്തെ വാല്യൂ ടി എന്ന് കൊടുത്തു. ടിക്ക് എന്തായാലും ടി തന്നെയല്ല വരിക. പീൻ്റെ ആദ്യത്തെ വാല്യൂ ട്രൂ കൊടുത്തു, രണ്ടാമത്തെ വാല്യൂ ഫാൾസ് കൊടുത്തു. പിക്ക് ആദ്യത്തെ വാല്യൂ ടി കൊടുത്തു, രണ്ടാമത്തെ വാല്യൂ എഫ് കൊടുത്തു. അടുത്ത ടി തന്നെ ആയതുകൊണ്ട് എല്ലാം ടി കിട്ടും. ഇനി പി ആൻഡ് ടി കാണുമ്പോൾ കൺജങ്ഷൻ്റെ കേസ് നമുക്ക്, അപ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്ത് അറിയണം, കൺജങ്ഷൻ്റെ ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന കൺജങ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ അറിഞ്ഞാൽ മാത്രമേ ഇവിടെ പറയാൻ കഴിയുള്ളൂ. പി ആൻഡ് ടി എന്ന് പറയുമ്പോൾ പി ആൻഡ് ടിയിലേക്ക് ടി ആൻഡ് ടി, അതായത് രണ്ടും ട്രൂ വരുമ്പോൾ എന്താണ് ഓപ്പറേഷൻ ട്രൂ ആയിരിക്കും. ഒന്ന് ഫാൾസ് ഒന്ന് ട്രൂ ആകുമ്പോൾ കൺജങ്ഷൻ്റെ കേസ് ഫാൾസ് ആയിരിക്കും. അത് അറിഞ്ഞാൽ മാത്രമേ ട്രൂത്ത് ടേബിൾ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് അവിടെ പറയാൻ കാരണം, പി ആൻഡ് ടി എന്ന് പറയുന്നത് പി തന്നെയാണ് എന്ന് പറയാൻ കാരണം, പി ആൻഡ് ടി എന്ന് പറയുന്നത് പി തന്നെയാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം പി ടി ആയപ്പോൾ പി ആൻഡ് ടി ടി, പി എഫ് ആയപ്പോൾ പി ആൻഡ് ടി എഫ്. സോ പി എന്ന് പറയുന്നത് പി ആൻഡ് ടിക്ക് ഈക്വലാണ് എന്ന് പറയാൻ കാരണം അതാണ്. രണ്ടും സെയിം ആണല്ലോ വരുന്നത്. ടി ആവുമ്പോൾ ടി, എഫ് ആവുമ്പോൾ എഫ്. അത് ശരിയാണ്. അതേസമയം നമ്മൾ ഡിസ്റ്റിങ്ഷൻ്റെ നോക്കാം. ഡിസ്റ്റിങ്ഷൻ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഡിസ്റ്റിങ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ. ഇത് നോക്കൂ, പി ഓർ എഫ് ആണ് പറയുന്നത്. അതായത് പറയണത് എന്താണെന്ന് വെച്ചാൽ പിൻ്റെ വാല്യൂ
എന്താണോ അതാണ് പി ഓർ എഫ് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പിൻ്റെ വാല്യൂ ട്രൂ വരാം, ഫാൾസ് വരാം, ട്രൂ വരാം, ഫാൾസ് വരാം. എഫ് തന്നെ അതുപോലെ എഴുതി. ഇനി ടി ഓർ എഫ് എന്ന് പറയുമ്പോൾ ടി ആണ് വരിക, നമുക്കറിയാം. അതുപോലെ തന്നെ എഫ് ഓർ എഫ് ആണ് വരിക. ഡിസ്റ്റിങ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ അറിയുന്നവർക്ക് അറിയാം. ടി യൂണിയൻ എഫ് എന്ന് പറയുന്നത് ടി ആണ്, എഫ് യൂണിയൻ എഫ് എന്ന് പറയുന്നത് എഫ് ആണ് എന്നറിയാം. സോ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഐഡൻറ്റിറ്റി ലോ പ്രകാരം ശരിയാണ്. പി ടി ആകുമ്പോൾ പി ടിയും എഫും വരുന്ന സമയത്ത് എന്താണ് പി ഓർ എഫ് എന്ന് പറയുന്നത് സെയിം ആണ് വരുന്നത്. പി ഓർ എഫ് ഈക്വൽ ടു പി ശരിയാണല്ലേ. ടിയും ശരിയാണ്, എഫും ശരിയാണ്. അപ്പോൾ കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പി ആൻഡ് ടിയും പിയും ഈക്വലാണ്. ആദ്യത്തെ ടേബിളിൽ പി ആൻഡ് ടി ഈ രണ്ടും ഈക്വലാണ്. അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. പി ഓർ എഫ് പി രണ്ടും ഈക്വലാണ്. അങ്ങനെ കിട്ടും എന്നാണ് ഐഡൻറ്റിറ്റി ലോ പറയുന്നത്. അപ്പോൾ ഈ 3 ലോസാണ് നമുക്ക് ഇന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ 3 ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഐഡൻറ്റിറ്റി ലോ, നെഗേഷനിൽ ഡബിൾ നെഗേഷനും ഡി മോർഗൻസും, പിന്നെ ഐഡൻറ്റിറ്റി ലോ എഴുതുമ്പോൾ ടേബിളും കൂടി വരയ്ക്കുക, ബോർഡർ കൊടുത്ത് വരയ്ക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ ബാക്കി നാളെ കൂടി പറയാം.